ടി ജി കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രിയും ഭരിക്കുന്ന നഗരത്തിൽ കുടിവെള്ളം ഇല്ലാതായിട്ട് 5 ദിവസമായി. അല്ല, ഇന്നലെ രാത്രി ശരിയാക്കി വെളുപ്പിനെ എല്ലായിടത്തും വെള്ളം വരും എന്നൊക്കെ ഇന്നും പലയിടത്തും എത്തിയിട്ടില്ല. ആണോ? എന്നിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ജലപീരങ്കി ചീറ്റിക്കുന്നതാണല്ലോ. ആ ജലം എവിടെ നിന്നാണ്? അത് വല്ല ഓടയിലെ വെള്ളമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് വായു പീരങ്കിയല്ലേ അടിക്കേണ്ടത്. ഇന്നത്തെ മനോരമയിൽ കുഞ്ചുക്കുറുപ്പ് അത് പറഞ്ഞിട്ടുണ്ട്. ഇനി വായു പീരങ്കി ഇറങ്ങും. വെള്ളം ഇങ്ങനെ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സമരം ദിവസം വന്നുകൊണ്ടിരിക്കും. ഇതിനൊക്കെ വെള്ളം ചീറ്റിക്കാൻ പറ്റും. ഓടയിലെ വെള്ളവും ചീറ്റിക്കാൻ പറ്റില്ല. അത് വേറെ വലിയ മനുഷ്യാവകാശ ലംഘനമായി പോകും. കുടിക്കാൻ പറ്റുന്ന വെള്ളമായിരിക്കില്ല. സുനിലേ, ബേസിക് പ്രശ്നം എന്താണെന്നറിയാമോ? ഈ കോർപ്പറേഷൻ്റെ ജോലി എന്താ എന്ന് അറിഞ്ഞുകൂടാത്തൊരു മേയറാണ്. ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, പല മേയർമാർക്കും അറിഞ്ഞുകൂടാ. പഞ്ചായത്തി രാജ് ആക്ട് വായിച്ച് നോക്കാറില്ല. മുനിസിപ്പാലിറ്റീസ് ആക്ട് വായിച്ച് നോക്കാറില്ല. മുനിസിപ്പാലിറ്റിയുടെ ഡ്യൂട്ടികൾ ഇവർക്ക് അറിയില്ല. കോർപ്പറേഷൻ്റെ ഡ്യൂട്ടികൾ അറിയില്ല. എന്തിന് പഞ്ചായത്തിൻ്റെ ഡ്യൂട്ടികൾ, അധികാരങ്ങൾ, ഇതൊന്നും അറിയില്ല. കേരളത്തിലെ ഒരു പ്രത്യേകതയെ, തിരുവനന്തപുരത്ത് മാത്രമല്ല ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെയാണ്. കുടിവെള്ളം തരുന്നതാരാ? വാട്ടർ അതോറിറ്റിയാണ്, കോർപ്പറേഷനല്ല. സോ വെള്ളം കൂടി മുട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി വാട്ടർ അതോറിറ്റിയാണ്. ബട്ട് അത് വെള്ളമില്ലാതെ വെള്ളം കൂടി മുട്ടണം. പൈപ്പ് പൊട്ടിയാലോ? എൻ്റെ വീട്ടിലേക്ക് വരുന്ന പൈപ്പ് പൊട്ടി, ആ പൈപ്പ് ഇട്ടിരിക്കുന്നത് കോർപ്പറേഷനാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റി കൈമെടുത്തും. എൻ്റെ പൈപ്പല്ല. വാട്ടർ അതോറിറ്റിക്ക് ചില മെയിൻ പൈപ്പുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള ബ്രാഞ്ച് പൈപ്പുകളൊക്കെ കോർപ്പറേഷൻ്റെയാണ്. ഇങ്ങനെ കുഴച്ച് മറിച്ചിട്ടിരിക്കുകയാണ്. കോർപ്പറേഷനോട് ചോദിച്ചാൽ വാട്ടർ അതോറിറ്റി പോകാം, വാട്ടർ അതോറിറ്റി ചെന്നാൽ കോർപ്പറേഷൻ പോകാൻ പറയും. ഇങ്ങനെയൊക്കെയായി ഒരു കോർഡിനേഷനും ഇല്ലാതെ ഇത് ഭംഗിയായിട്ടൊക്കെ നടത്താം. ഇവർ തമ്മിൽ ഫോണിൽ വിളിച്ചൊക്കെ അവർ വിചാരിക്കുന്നത് ഞാൻ മേയറായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നോക്കിക്കോളും. ഞാൻ ഈ സമ്മേളനം വിളിച്ചു കൂട്ടി അവിടെ കൂട്ടത്തല്ലൊക്കെ നടക്കുമല്ലോ, അത് മാത്രം ഞാൻ നോക്കിയാൽ മതി, ബാക്കിയൊന്നും നോക്കാം. കൗൺസിൽ മീറ്റിങ്ങിൽ ഉന്തും തള്ളും ബഹളം സത്യാഗ്രഹം ഇതൊക്കെ കാര്യങ്ങൾ ഞാൻ നോക്കിയാൽ മതി. പിന്നെ നിയമനങ്ങൾ, എൻ്റെ സ്വന്തക്കാരെ നിയമിക്കുക, ഇതുപോലെ സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുക. അത് ഞാൻ തെറ്റായിട്ട് പറയല്ല, ഇതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പല മേയർമാരും ധരിച്ചിരിക്കുന്നു. അക്കൂട്ടത്തിൽ ആര്യ രാജേന്ദ്രൻ. അവർ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർക്ക് അവാർഡൊന്നുമില്ല. പ്രായം കുറവാണെങ്കിൽ പ്രായം കുറവ്, കൂടുതലാണെങ്കിൽ കൂടുതൽ, അതൊന്നും ഒരു വിഷയമല്ല. പ്രശ്നം ഇവർക്കിത് അറിഞ്ഞുകൂടാ, ഇതാണ് ചെയ്യേണ്ടതെന്ന് അവർ ധരിച്ചിരിക്കുന്നു. ഇത് വലിയൊരു പ്രശ്നമാണ്. ആർക്കും ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പലരൊക്കെ പറയുന്നില്ലേ, തന്നില്ല എന്നിവർ, കൊടുത്തു എന്നവർ. ആർക്കും ഇതിനെപ്പറ്റി ഗ്രാഹ്യമില്ല എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് ഫണ്ട് വരുന്ന വഴി, ആ ഫണ്ട് സംസ്ഥാനത്തിൽ ചെലവഴിക്കുന്ന വഴി, ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരില്ല. ഇത് നേരത്തെ അറിയാവുന്നവർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയാമായിരിക്കും, വി ഡി സതീശന് കുറച്ചൊക്കെ അറിയാമായിരിക്കും, മുഴുവൻ എന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലെ കാര്യങ്ങൾ ഗൗരവമായിട്ട് പഠിക്കണ്ടേ? ഈ രാഷ്ട്രീയ ഡയലോഗ് മാത്രം അടിച്ചാൽ പോരല്ലോ. അപ്പോൾ ഇവർ എന്താ റെയിൽപാത ഇരട്ടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നേരം അടച്ചിടുന്നു എന്ന് പറയും. അതെന്തെങ്കിലും ചെയ്തോളും, അതിലെന്തെങ്കിലും കുറവൊന്നും നമുക്ക് റെയിൽവേയുടെ തലയിലിടാവുന്ന, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഉഴപ്പുന്ന ടീം. അതൊരു വലിയ മനുഷ്യാവകാശ പ്രശ്നമില്ലേ? 5 ദിവസമൊക്കെ വെള്ളമില്ലാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? ബേസിക് നീഡല്ലേ അത്? ബേസിക് നീഡാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? 60ൻ്റെ ഒടുക്കത്തിലോ 70ൻ്റെ തുടക്കത്തിലോ തിരുവനന്തപുരം അന്ന് കോർപ്പറേഷനായില്ല, മുനിസിപ്പാലിറ്റിയാണ്. തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം മുനിസിപ്പൽ പരിധിക്കകത്തുള്ള സകല കിണറുകളും മൂടണം. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൊതുകുണ്ടാകുന്നു. അപ്പോൾ വെള്ളത്തിന് എന്ത് ചെയ്യും? അരുവിക്കര ഡാമിൽ നിന്ന് ഞങ്ങൾ പമ്പ് ചെയ്ത് എത്തിക്കും. തിരുവനന്തപുരത്ത് കിണറുള്ള ഒരു വീട് സുനിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഓർത്ത് നോക്കി. ഇല്ല. അത്യപൂർവം 1-2 അന്നും മൂടാതെ വെച്ച ആൾക്കാരുണ്ട്. കിണറല്ലേ, ഇരിക്കട്ടെ, ഇവൻ്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കിണർ മൂടിയെങ്കിൽ ശിക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. മൂടണം എന്നുള്ള ഉത്തരവ് ഒരുപാട് പേര് മൂടിക്കഴിഞ്ഞാൽ അത്രയും കൂടെ സ്ഥലം, അതെ അതെ, നമുക്ക് ഗ്രൗണ്ടായി, ഇതായി, വെള്ളം പൈപ്പിൽ വരുന്നു. ആദ്യമൊക്കെ വരികയും ചെയ്തു.
അരിക്കൊരു അന്ന് പൈപ്പ് കണക്ഷൻ കുറച്ചല്ലേ ഉള്ളൂ. ഷൂ എന്ന് പറഞ്ഞ വെള്ളം വരും, നല്ല പ്രഷർ, എല്ലാവർക്കും സന്തോഷമായി. ഇത് വാസ്തവത്തിൽ നമ്മളുടെ സംസ്കാരത്തിൻ്റെ തന്നെ അടിത്തറ തോണ്ടുന്ന പരിപാടിയായിരുന്നു. ഇത് കഴിഞ്ഞ് TM ജേക്കബ് ജലവിഭവ മന്ത്രിയായിരുന്നപ്പോൾ, അത് 90കളിലാണ്. അന്ന് TM ജേക്കബ് ഒരു ഉത്തരവിട്ടു, കുഴൽക്കിണർ കുഴിക്കാൻ പാടില്ല. അവസാനം അത് പിൻവലിക്കേണ്ടി വന്നു, അതോ മരവിപ്പിക്കുകയോ മറ്റോ ചെയ്തു. കാരണം പല സ്ഥലത്തും വാട്ടർ അതോറിറ്റിക്ക് വെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല. കിണർ മൂടി, കുഴൽക്കിണർ കുഴിക്കാനും പാടില്ല. പിന്നെ എന്ത് ചെയ്യും മനുഷ്യർ? വെള്ളം എവിടെ നിന്ന് കിട്ടും? ഇങ്ങനെ മനുഷ്യരെ ദ്രോഹിച്ച ടീമാണിതൊക്കെ. TM ജേക്കബ് ഇത് ചെയ്തപ്പോൾ എനിക്ക് അത്ഭുതമുണ്ടായി. കാരണം കേരളം നിയമസഭയിൽ സകല കാര്യങ്ങളും പഠിച്ച് പരിശോധിച്ച് ചെയ്യുന്ന മനുഷ്യനായിരുന്നു TM ജേക്കബ്. അസാമാന്യമായിട്ട് സ്റ്റഡി ചെയ്യും ഒരു കാര്യം. VM സുധീരൻ, TM ജേക്കബ്, ഈ രണ്ടുപേർ അന്ന് അതിപ്രശസ്തന്മാർ. ബില്ലിൻ്റെ ചർച്ചയിലേക്ക് ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്പീക്കറും ഉണ്ടാകും, TM ജേക്കബും ഉണ്ടാകും, VM സുധീരനും ഉണ്ടാകും. ബില്ല് ചർച്ച. ബാക്കിയുള്ളവർക്ക് രാവിലെ ഹാജരിട്ട് കാശ് മേടിച്ചിട്ട് ബാറ്റ മേടിച്ച് പോവുകയാണ്. ബില്ലൊക്കെ അതൊക്കെ വായിച്ച് നോക്കി അഭിപ്രായമൊക്കെ പറയാൻ വലിയ പ്രയാസമാണ്. യു ടേക്ക് ദ നിയമസഭ റെക്കോർഡ് എടുത്ത് നോക്കിക്കോ, അപൂർവം പേരാണ് ബില്ലിൻ്റെ ചർച്ചയിൽ സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഈ TV-യിൽ വരാനായിട്ട് ബഹളം വയ്ക്കുക, മുണ്ടുമടക്കി കുത്തി നിൽക്കുക, ഇങ്ങനത്തെ പണികൾ ചെയ്യുന്നവരാണ്. ബേസിക് ആയിട്ടൊരു കാഴ്ചപ്പാട് ഇല്ലാഞ്ഞിട്ടാണ് നമ്മളെ വിഷമിക്കുന്നത്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് സംഭവിച്ചു, നാളെ എവിടെയും സംഭവിക്കാം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, കായംകുളം, ആലപ്പുഴ, ചേർത്തല, എറണാകുളം, അങ്ങനെ വടക്കോട്ട് വിട്ടോ. പക്ഷേ സ്ഥലത്ത് അതെന്തോ ആവട്ടെ, അത് ഒരു സാങ്കേതിക വരികയാണ്. പക്ഷെ വെള്ളം മുടങ്ങിയാൽ ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള ബാധ്യത കോർപ്പറേഷനില്ലേ? ഉണ്ട്. കോർപ്പറേഷനുണ്ട്. വാസ്തവത്തിൽ വാട്ടർ അതോറിറ്റിക്ക് കൂടുതലുണ്ട്. കാരണം വാട്ടർ അതോറിറ്റി എന്താണെന്ന്, വാട്ടർ അതോറിറ്റിയാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ വേറെ കാര്യം. ബട്ട് എല്ലാ പട്ടണങ്ങളിലും നമ്മളൊക്കെ ബില്ലടയ്ക്കുന്നത് വാട്ടർ അതോറിറ്റിക്കല്ലേ? അതെ. കോർപ്പറേഷനാണോ? അല്ലല്ലോ. അല്ല. അപ്പോൾ വെള്ളം തരേണ്ടതാരാ? വാട്ടർ അതോറിറ്റിയാണ്. ടാങ്കർ അറേഞ്ച് ചെയ്യേണ്ടതാരാ? വാട്ടർ അതോറിറ്റിയാണ്. എനിക്ക് ആര്യ രാജേന്ദ്രനെ പറ്റി മതിപ്പൊന്നുമില്ല, പക്ഷേ മെറിറ്റ് ഉള്ളപ്പോൾ മെറിറ്റിൻ്റെ പുറത്തല്ലേ നമുക്ക് സംസാരിക്കാം. ആര്യയുടെ വീഴ്ചയല്ല, ആര്യയുടെ വീഴ്ചയാണെന്ന് ഞാൻ കരുതുന്നില്ല. ബട്ട് ആര്യയ്ക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. റോഷി അഗസ്റ്റിനെ വിളിച്ചിട്ട് എൻ്റെ പൊന്നിയേട്ടാ വേഗം എന്തെങ്കിലും ചെയ്യും, അല്ലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ശരി ഞാൻ എനിക്ക് കാശ് തരണം കേട്ടോ. ആ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കാശ് ഞാൻ തന്നേക്കാം, കൊടുക്കുമൊന്നുമില്ല, പക്ഷേ ഒരു ബില്ല് റേസ് ചെയ്യാം, എന്നിട്ട് ആര്യയ്ക്ക് ടാങ്കറുകൾ അറേഞ്ച് ചെയ്യാം. അത് ആര്യയും ചെയ്തില്ല. ആര്യ ഇപ്പോൾ പറയുന്നു അതിലൊരു കോർഡിനേഷൻ വീഴ്ചയുണ്ടായി, അത് 24 മണിക്കൂർ കൊണ്ട് തീരും, 48 മണിക്കൂർ കൊണ്ട് തീരുമെന്ന് വിചാരിച്ച ജോലി തീർന്നില്ല. പലപ്പോഴും ഈ അണ്ടർഗ്രൗണ്ട് പൈപ്പിൻ്റെ വർക്ക് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് തീരുകയില്ല. ഒരു ഗാസ്കറ്റ്, വലിയ വാൽവാണല്ലോ ഇതൊക്കെ, ഇത് ഗാസ്കറ്റൊക്കെ ഇട്ട് മുറുക്കിയൊക്കെ കഴിഞ്ഞ് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ലീക്ക്, നൂല് പോലെ ഒരു ലീക്ക്, പിന്നെ അത് അഴിച്ച് വീണ്ടും ഗാസ്കറ്റ് മാറ്റി അവിടെ ടൈറ്റ് ചെയ്തിട്ട് അവിടെ മാത്രമേ എന്താ ടൈറ്റ് ആവാത്തത് നോക്കി. ഇപ്പോൾ സമയമെടുക്കും ഇത്. പലപ്പോഴും വിശ്വസിച്ച് വെറുതെ ഇരിക്കുകയാണ് കോർപ്പറേഷൻ. അത് 24 hours ഇവർ അറിയിപ്പ് കൊടുത്തു. അപ്പോൾ ആൾ വിചാരിച്ചു 24 hours വെള്ളത്തിൽ കുറച്ച് കുടത്തിലും കലത്തിലും ഒക്കെ നിറച്ച് വെച്ചാൽ മതി. ഇത് 48 മണിക്കൂറായി, പിന്നെ 72 ആയി, 96 അപ്പോഴാണ് ബഹളം തുടങ്ങിയത്. അപ്പോഴത്തേക്ക് ഇവരുടെ ഈ പൈപ്പ് ലൈനിൽ ഏകദേശം ജോലി തീരുകയും ചെയ്തു. ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് അവർ വിചാരിച്ചത് 4 ദിവസമായി. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരിത് റെഡിയായി കഴിഞ്ഞപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു ബെൻഡുണ്ട്, ഭീമാകാരമായ പൈപ്പാണ് ഇതൊക്കെ. ആ ബെൻഡിൻ്റെ അവിടെ ലീക്ക് വന്നു. നമ്മൾ അറ്റൻഡ് ചെയ്ത സ്ഥലത്ത് ലീക്കില്ല, പക്ഷേ ബെൻഡിൻ്റെ അവിടെ ലീക്ക് വന്നു. കാരണം ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് പൈപ്പൊന്ന് ഇരുന്ന് കാണും, എന്തെങ്കിലും ആ ലീക്ക്. അപ്പോൾ ആ ലീക്ക് അടയ്ക്കണ്ടേ, അവിടെ ഫ്ലാഞ്ച് ഗാസ്കറ്റ് ഇതിട്ട് നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കണ്ടേ, അതിന് സമയം വേണ്ടേ. ഇത് ഭൂമിക്കടിയിലാണ്, ആദ്യം മണ്ണ് കോരി മാറ്റണ്ടേ, രാത്രി ഇതിന് പെട്രോമാക്സ് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ, പിന്നെ തൊഴിലാളികൾ അവർക്കും ഒരു വിശ്രമം വേണ്ടേ. 24 മണിക്കൂറൊന്നും ഒരു മനുഷ്യന് ഇത്രയും ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ എമർജൻസീസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. അല്ല, 24 മണിക്കൂർ വെള്ളം വിതരണം മുടങ്ങും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നമ്മളത് കാണണ്ടേ, ഒരു പ്ലസ് ഇട്ട് ചിലപ്പോൾ ഒരു ദിവസം കൂടി എടുത്തേക്കാം. ഫൂളിഷ്നെസ്. നിങ്ങൾ 24 മണിക്കൂർ വെള്ളം മുടങ്ങും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേഷന് നാണക്കേടാണ്, വൃത്തികേടാണ്, ചെയ്തുകൂടാത്തതാണ്. പിന്നെന്ത് ചെയ്യും? 24 മണിക്കൂർ വായു മുടങ്ങുമെന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുമോ? വാട്ട് ഡു യു ഫീൽ? ഇത് കുടിവെള്ളം ഒരു പ്രാഥമിക സാധനമാണ്, അത് മുടങ്ങുന്നില്ല എന്ന് ഉറപ്പ് കൊടുക്കണം.
മുടങ്ങില്ല എന്ന് ഉറപ്പ് കൊടുക്കണം. അതങ്ങനെ പറ്റി ഈ പൈപ്പല്ലേ പൊട്ടൂലേ? പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ദർ ഹാസ് ടു ബി എ ബൈപ്പാസ് ലൈൻ. കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമാണോ വെള്ളം കൊടുക്കുന്നത്? എല്ലാ നഗരങ്ങളിലും വെള്ളം കൊടുക്കുന്നില്ലേ? അവിടെയൊക്കെ എഞ്ചിനീയർമാരില്ലേ തലയ്ക്ക് വിളിവുള്ളവർ? ഹൗ ഡു യു ഡിസൈൻ എ പൈപ്പ് ലൈൻ? എക്സിസ്റ്റിംഗ് പൈപ്പ് ലൈൻ പണ്ടുണ്ടാക്കിയതാണ്. ശരി, അതിൻ്റെ കിടപ്പ് പരിശോധിച്ച് ഇതൊക്കെയാണ് എഞ്ചിനീയർമാർ ചെയ്യേണ്ടത്, ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത്, ഈ ആര്യ രാജേന്ദ്രനൊക്കെ ചെയ്യിക്കേണ്ടത്. എടോ, ഇഫ് ദർ ഈസ് ആൻ എമർജൻസി യു ടേക്ക് KSEB. KSEBയുടെ നോക്കും, മാക്സിമം സ്ഥലത്ത് അവർക്ക് ഒരു സർക്കുലർ ലൈൻ ഉണ്ടാവും. ഇവിടെ ഫോൾട്ട് വന്ന് ഇവിടെ പോയി കഴിഞ്ഞാൽ ആ ചെറിയ പോർഷൻ മാത്രം ഒഴിവാക്കിയിട്ട് അവർ വേറൊരു സ്ഥലത്ത് നിന്ന് ഫീഡ് ചെയ്യും. ടപ്പെന്ന് പറഞ്ഞ് 10 മിനിറ്റിനകം സുനിലിന് കറണ്ട് കിട്ടും. എങ്ങനെയാണ് അത് കിട്ടുന്നത്? ഇവിടെ ഒരു തെങ്ങ് വീണു മുടിഞ്ഞു, ആ തെങ്ങിൻ്റെ മുമ്പും അതിന് ശേഷമുള്ള ലൈൻ ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് വേറൊരു ലൈൻ, എടപ്പള്ളിയിൽ നിന്ന് വരുന്ന ലൈൻ ചാർജ് ചെയ്യും. ഈ സ്റ്റാൻഡ് ബൈ മെക്കാനിസം എപ്പോഴും ഉണ്ടാവണം ഇലക്ട്രിസിറ്റിക്ക്, വെള്ളത്തിന്. ദൈവം സഹായിച്ച് വായുവിനും പിന്നെ നിങ്ങളുടെ അറേഞ്ച്മെൻറ്റ് വേണ്ട, അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മൾ. അല്ലെങ്കിൽ അത് മുടങ്ങിയനെ. വെള്ളത്തിനത് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പറ്റുന്നത്. അതില്ലാതെ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് ജോലി എന്ന് പറയുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ജോലി ഉള്ള പൈപ്പിൽ കൂടെ വെള്ളം ചീറ്റിക്കുക, എന്നിട്ട് കാശ് മേടിക്കുക, ഇതല്ല. തിങ്ക് ഓഫ് കേരള 24 hours. തിങ്ക് ഓഫ് സപ്ലൈയിങ് വാട്ടർ. ആര് ചിന്തിക്കാൻ? അത് ചെയ്യണം. അതാണ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. ആ ഒരു കമ്മിറ്റ്മെൻറ്റില്ലാതെ വെറുതെ ഞെളിഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. കേൾക്കാനല്ല, ഞാനിത് ചെയ്തവനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഐ വാസ് വർക്കിംഗ് ഇൻ ഇലക്ട്രിസിറ്റി ബോർഡ്. ഐ നോ ദ ഇമ്പോർട്ടൻസ്. 24 hours കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് ഞാൻ 55 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. കാരണം റിലീവർ വന്നാലേ ആ ഡ്യൂട്ടിയിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുള്ളൂ. അയാൾ കുടുങ്ങിപ്പോയി. KSEBയുടെ കാര്യം ഞാൻ സംഭവിച്ചു. വാട്ടർ അതോറിറ്റി KSEB അല്ല, ഐ വർക്ക് ഇൻ മഹാരാഷ്ട്ര. KSEB ഇരുന്നു അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു എന്നുള്ള കാരണത്തിന് എന്നെ പിരിച്ചുവിടും KSEBയിൽ. KSEB ഒക്കെ വിട്, ഞാൻ വേറെ നല്ല മനുഷ്യർ വർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞതാണ്. ഇത് ഒരിക്കലും തമാശയായിട്ട് അല്ലെങ്കിൽ ഒരു ഉദ്യോഗമായിട്ട് എടുക്കരുത്. വെള്ളം, വൈദ്യുതി, ഇതൊക്കെ എമർജൻസിയാണ്, എസെൻഷ്യൽ സർവീസാണ്. ഓണത്തിന് വാട്ടർ അതോറിറ്റിക്ക് ഹോളിഡേ, വെള്ളവും ഇല്ല, അങ്ങോട്ടേയില്ല, കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഓണം. KSEBക്ക് ഹോളിഡേ. ഇടുക്കി ജനറേറ്ററൊക്കെ അടച്ചു കൂട്ടി അവർ വീട്ടിൽ പോയി. ഓണം ഇങ്ങനെയുണ്ടോ? ഇല്ല. ഓണമാണെങ്കിലും ഗാന്ധി ജയന്തി ആണെങ്കിലും എന്ത് കുന്തമാണെങ്കിലും യു ഹാവ് ടു ബി ഓൺ ഡ്യൂട്ടി 24 hours 365 days. അതൊരു സേവനമാണ്, എസെൻഷ്യൽ സർവീസ് നിങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾ കറണ്ട് കൊടുക്കുന്നതിലൂടെ, വെള്ളം കൊടുക്കുന്നതിലൂടെ എത്ര കുട്ടികൾ ഫാനിട്ട് സുഖമായിട്ട് ഉറങ്ങുന്നു, എത്ര കുട്ടികൾക്ക് ആ വെള്ളം ചൂടാക്കി തണുപ്പിച്ച് അവൻ്റെ പരുവത്തിന് കൊടുക്കുന്നു. ഇതാലോചിച്ചാൽ നിങ്ങൾക്ക് ഈ കണിച്ചൊരയില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതാരും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. ആലോചിക്കാൻ ശേഷിയുള്ളവരില്ല. ആര്യ രാജേന്ദ്രനൊക്കെ അല്ലേ അവിടെ ഇരിക്കുന്നത്? ഏറ്റവും പ്രായം കുറഞ്ഞ അവാർഡ്. അതെ, അത് കേരളം ആഘോഷിക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും വിവരം കുറഞ്ഞ അവാർഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കിട്ടിയെന്ന് വരും. എന്ത് പറയാനാണ്? ഏതായാലും വെള്ളം ഇന്ന് ഉച്ചയോടുകൂടി ഏതാണ്ട് പൂർണ്ണമായി വരുമെന്ന് പറയുന്നു. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് വെള്ളമില്ലാതായിട്ട് ഇത്രയായി, ABC അറിഞ്ഞില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ TGയോട് തന്നെ ഇതിന് ഒരു പരിഹാരം വേണ്ടേ? ഇതിന് പരിഹാരം തിരുവനന്തപുരത്തുള്ളവർ അടിയന്തരമായിട്ട് ബോർവെൽ അതുപോലെയുള്ളത് കുഴിക്കുക. മാത്രമല്ല, ഉള്ള സ്ഥലത്ത് വെറുതെ പൈപ്പ് ഭൂമിയിലിറക്കുക. മഴവെള്ളം വരുമ്പോൾ അത് ശേഖരിക്കാം. പിന്നെ മഴവെള്ളം ടാങ്ക് കെട്ടി സ്ഥലമുണ്ടെങ്കിൽ അതിൽ ശേഖരിക്കാം. അങ്ങനെയൊക്കെയുള്ള പണികൾ തുടങ്ങാം. അല്ലാതെ ഇവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുടിവെള്ളം മുട്ടിപ്പോകും. വെള്ളം കൂടി ഞാൻ ഈ പറഞ്ഞ അന്തരീക്ഷമൊന്നും ഒരിക്കലും കേരളത്തിലുണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ കഴിഞ്ഞു, പണ്ടേ കഴിഞ്ഞു അതിൻ്റെ കഥ. വെള്ളം അമൂല്യമാണ്. സ്വന്തം നിലയെ കണ്ടെത്താൻ നമ്മുടെ ജീവിതം ആലോചിച്ച് നോക്കുക. ഇവിടെ ആലോചിച്ചുണ്ട്, നമുക്ക് ഒരു കിണർ, നമുക്ക് ഒരു പശു ഇല്ലേ, നമുക്ക് നമ്മുടെ വിറക്. ഒരു സർക്കാരിൻ്റെയും ഓശാരമില്ലാതെ കഞ്ഞി വെച്ച് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നു, പാലും കുടിച്ചുകൊണ്ടിരുന്നു. അതെ, ഇപ്പം നമുക്ക് പശു ഒരു മോശപ്പെട്ട സാധനമായി. പശു ഒരു തെരുവാക്കാണ്. അതെ അതെ അതെ. പശുത്തൊഴുത്തിനുള്ള സ്ഥലത്ത് വലിയ കാർ പോർച്ചുണ്ടാക്കി. കാർ വാങ്ങിച്ചിട്ടില്ല, അതിനും പിന്നെ ലോൺ എടുക്കണം. ആദ്യം പോർച്ച്, വീടിൻ്റെ മുമ്പിൽ വലിയ പോർച്ച് ഇതുണ്ടാക്കി പശുവിനെ ഒഴിവാക്കി. കിണറോ കുളമോ ഒക്കെ മൂടി. വാട്ടർ അതോറിറ്റി പശു ഇല്ലാതെയായിട്ട് മിൽമയെ ആശ്രയിക്കാൻ തുടങ്ങി, പാൽപ്പൊടി കലക്കി തരുന്ന പാൽ. ഇങ്ങനെ നമ്മൾ ഗവൺമെൻറ് ഡിപ്പെൻഡൻ്റായി. സ്വതന്ത്രമായിരുന്ന നമ്മൾ പരതന്ത്രരായി. സർക്കാർ ചെയ്യണം, സർക്കാർ വിചാരിക്കണം. സർക്കാർ ഓഫീസിൻ്റെ അടിമയായിട്ട് ആ സാറിൻ്റെ തലയൊക്കെ ചൊറിഞ്ഞിട്ട്, സാർ വെള്ളം കിട്ടിയില്ല സാർ, 5 ദിവസമായി സാർ,
നോക്കട്ടെ ഏത് വാർഡാ 6 ഇങ്ങനെയൊക്കെയുള്ള അധപ്പതനം മഹാകഷ്ടമാണ് നമ്മുടെ കാര്യം. ഏതായാലും തിരുവനന്തപുരത്ത് ഉണ്ടായത് എവിടെയോ ഉണ്ടാവാം, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതെ. അല്ല, വെള്ളം അമൂല്യമാണ്, സ്വന്തം നിലയ്ക്ക് കണ്ടെത്താനുള്ള വഴി കൂടി നോക്കിയാൽ കൊള്ളാം. ഇത് ഈ എമർജൻസി ഡെയിലി ആയി കഴിയുമ്പോഴത്തേക്ക് അത് എമർജൻസി അല്ലാതെയാവും. അതാണ് പതിവായി. ഇപ്പം എറണാകുളത്ത് ഇത് പതിവാണ്. ഇത് കൂടാതെ ടാങ്കറുകാരുടെ ഒരു കളിയുണ്ട് ഇതിനകത്ത്. ചുമ്മാതിരിക്കുമ്പോൾ ഒരു പൈപ്പൊന്ന് പൊട്ടിക്കും, ഉടനെ ടാങ്കർ. എമർജൻസി പർച്ചേസാണ് ടാങ്കറിൽ, അതിനും കാശ്. അതൊരു പരിപാടിയാണ്. എവറിതിങ് ഈസ് എ മാഫിയ. ചവർ മാഫിയ, വാട്ടർ മാഫിയ, കൊതുക് മാഫിയ, എല്ലാം ഉണ്ട്. കൊതുകിന് മരുന്ന് തളിച്ചു എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലെ മാഫിയ ഏറ്റവും വലിയ മാഫിയാണ് കൊതുക് മാഫിയ. അത് ഇത് തളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റില്ല, തളിച്ചോ ഇല്ലെന്ന് അറിയാം. മാത്രമല്ല ഇതുണ്ട്, എന്താ പുകയിടുന്നത്, അത് ആകാശത്ത് പോയല്ലോ. 10 ദിവസം കഴിഞ്ഞാണ് ഇൻസ്പെക്ട് ചെയ്യാൻ വരുമ്പോൾ പുകയില്ല. ഇവിടെയൊക്കെ അടിച്ചതാണ് സാറേ. ആ ശരി, സർട്ടിഫിക്കറ്റ് കാശ്. ഏതായാലും നമുക്ക് ഈ മനുഷ്യന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, വെള്ളം പോലെയുള്ളതിന് ഒരു കരുതൽ, ടി ജി പറഞ്ഞ പോലെ ഒരു ബോർവെൽ സ്ഥലമുണ്ടെങ്കിൽ, ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, ഒരു ബോർവെൽ എടുക്കാൻ അത്യാവശ്യമാണ് ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും. ബോർവെൽ കണ്ടമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഭൂമിയെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാരലി ഭൂമിയിൽ വെള്ളം ഇറങ്ങാനുള്ള സംവിധാനം ചെയ്യണം. ഈ പറമ്പ് മുഴുവൻ ടൈൽസ് ഇട്ട് വെച്ചതുകൊണ്ടല്ലോ, വലിയൊരു അപകടമാണത്. തുള്ളി വെള്ളം താഴെ പോകാതെ ഒഴുകിപ്പോകും. പുതിയ ഫാഷനാണ് കളർ, നല്ല ചോപ്പും. അല്ല, സംഭവം ശരിയാണ്. നടക്കാൻ പെരുമാറാനൊക്കെ നല്ലത്, ഭംഗിയാണ്, മനസ്സിലാക്കുന്നു. പക്ഷേ അതൊരു പാർഷ്യലാക്കുക. നമ്മളെല്ലാത്തിനെയും അങ്ങനെ പാടില്ല എന്ന് ശരി. പാർഷ്യൽ, നമ്മൾ അത്യാവശ്യം നടക്കാനും പിടിക്കാനും ഒക്കെയുള്ള ആ സ്ഥലത്ത് മാത്രം ടൈൽസ് ഇടുക. ബാക്കി കുറച്ച് ഓപ്പൺ മണ്ണ്, മഴ പെയ്താൽ താഴത്തേക്ക് വെള്ളം ഇറങ്ങുന്ന മണ്ണുണ്ടാവണം. ഇടയ്ക്ക് ചെരുപ്പില്ലാതെ മണ്ണിലൊന്ന് ചവിട്ടുന്നത് നല്ലതാണ്. അതൊക്കെ ഇപ്പോൾ അങ്ങനത്തെ മണ്ണൊന്നും ഇപ്പം ഇല്ല എന്നതല്ലേ. ഗ്രാമപ്രദേശങ്ങളാണ് ഇപ്പോൾ കുറച്ചെങ്കിലും ഉള്ളത്. നഗരത്തിലെ മണ്ണിൽ ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിൽ എന്തൊക്കെ കുത്തിക്കയറുമെന്ന്. പിന്നെ അങ്ങനെ നമ്മൾ നാട്ടുകാരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ഇതൊക്കെ മണ്ണിൽ ചവിട്ടുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്ക് 2 പേർക്കും നമ്മളാണ് മഹാന്മാർ, അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും അറിയാം ഇതിൻ്റെയൊക്കെ പ്രാധാന്യം. പക്ഷേ കാല് കുത്താൻ പറ്റണില്ല. ഞാനിത് എറണാകുളത്ത് ജീവിക്കുന്ന മനുഷ്യനാണല്ലോ, എനിക്കറിയാമല്ലോ റോഡിൽ കിടക്കുന്നത് എന്താണ്, റോഡ് സൈഡിൽ എന്താണ് കിടക്കുന്നത്. സുനിൽ ഈ പറയുന്ന ചവിട്ടാങ്കുളമൊന്നും മണ്ണില്ല. ഉണ്ടെങ്കിൽ പറയാം, ഞാനും വന്നൊന്ന് ചവിട്ടാം. ഞാൻ നാട്ടിൽ പോകുമ്പോൾ തലയിൽ പറമ്പിൽ പോകുമ്പോൾ. അത് ശരി, റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.